ഡൽഹിയിലെ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് രേഖാ ഗുപ്ത സർക്കാർ പ്രഖ്യാപിച്ച ഡൽഹി ലക്ഷ്മി യോജനയ്ക്ക് മന്ത്രിസഭയുടെ അന്തിമ അംഗീകാരം. ഡൽഹിയിലെ അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകുന്ന പദ്ധതിയാണ് ഇത്. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് നൂറുകണക്കിന് സ്ത്രീകളാണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. ഡൽഹിയിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ചരിത്രപരമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് ഡൽഹി ലക്ഷ്മി യോജന. ഡൽഹി മന്ത്രിസഭയുടെ സുപ്രധാന തീരുമാനത്തിന് പിന്നാലെ നിരവധി സ്ത്രീകളാണ് മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരിട്ട് നന്ദി അറിയിക്കാൻ ഡൽഹി സെക്രട്ടേറിയറ്റിൽ തടിച്ചുകൂടിയത്. മുൻ സർക്കാരുകൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുക്കുകയും നടപ്പിലാക്കാൻ പരാജയപ്പെടുകയും ചെയ്ത പദ്ധതികൾ വെറും 1.5 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കിയതിൽ അവർ സർക്കാരിന് നന്ദി രേഖപ്പെടുത്തി. मैं कहूँगी पहले हमारे पीएम मोदी जी को धन्यवाद और रेखा दीदी को धन्यवाद, जो ये योजना कई साल पहले दूसरी सरकार ने शुरू भी नहीं करी थी. पंजाब में शुरू नहीं हुई ना, मगर हमारी दिल्ली की दीदी ने 1.5 साल में ये योजना शुरू कर दी. 1 तारीख से लॉन्च होने जा रही है योजना. 1000 पॉकेट में आएंगे और 1000 बैंक में आएंगे, क्योंकि बहनों को, इसलिए आज यहाँ पे बहनें इकट्ठी हुई है, बहनों को खुशी हुई है और ज़रूरत बहन को ज़रूर योजना पहुँचेगी, क्योंकि ये योजना 18-17 लाख बहनों की तरफ पहुँच रही है. तो दीदी को बहुत बहुत हम धन्यवाद देते हैं, क्योंकि जो योजना पहले कई साल पहले शुरू हो जानी चाहिए वो आज शुरू हुई है. तो रेखा दीदी को बहुत बहुत धन्यवाद. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെയും ഭരണ മികവിനെ സ്ത്രീകൾ ഒറ്റക്കെട്ടായി പ്രശംസിച്ചു. मैं ये कहूँगी जो रेखा जी ने कहा है उन्होंने वो करके दिखाया है. उन्होंने जो कहा है वादे करके दिखाया है. ऐसा नहीं है सब झूठे वादों पे नहीं हो रहा. सब कुछ लाभ होगा तो वो थोड़ा थोड़ा भी इन्वेस्ट करेंगे उससे भी बहुत लाभ होता है. बूंद बूंद करके घड़ा बढ़ता है. ഡൽഹി ലക്ഷ്മി യോജന പ്രകാരം പ്രതിവർഷം 2.5 ലക്ഷം രൂപ വരെ കുടുംബ വരുമാനമുള്ള 21-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം സാമ്പത്തിക സഹായം ലഭിക്കും. ഓഗസ്റ്റ് 1 മുതൽ പദ്ധതിയിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഓഗസ്റ്റ് 28-ന് രക്ഷാബന്ധൻ ദിനത്തിൽ പദ്ധതിയുടെ ആദ്യ ഗഡു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് കൈമാറും. വെറും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഭരണരീതിയാണ് പുതിയ സർക്കാർ കാഴ്ചവെക്കുന്നതെന്ന് ഡൽഹി നിവാസികൾ അടിവരയിടുന്നു. ഡൽഹിയിലെ 17 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് നേരിട്ട് ആശ്വാസമേകുന്ന ഈ പദ്ധതിക്കായി 5110 കോടി രൂപയുടെ ബജറ്റാണ് വകയിരുത്തിയിട്ടുള്ളത്. ജനം, ഡൽഹി.